ഹലോ, അസ്സലാമു അലൈക്കും. ശംഖുപുഷ്പത്തെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇത് ശംഖുപുഷ്പത്തിൻ്റെ വിത്താണ്. ശംഖുപുഷ്പം ഇതുപോലെ വിത്ത് മണ്ണിൽ വിതച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇവിടെ കാണുന്നത്. നന്നായി പുഷ്പിക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം കൊണ്ട് നമുക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട്. ഒരു ഔഷധ സസ്യമാണ് ശംഖുപുഷ്പം. അത് സമൂലം നമുക്ക് മരുന്നായി ഉപയോഗിക്കാവുന്നതാണ്. ശംഖുപുഷ്പം പൂവ് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടി കഴുകിയാൽ മുടി നന്നായി വളരുകയും തലയിൽ താരൻ അകറ്റാനും പറ്റുന്നതാണ്. ശംഖുപുഷ്പം ഉപയോഗിച്ച് നമുക്ക് ഹെയർ ഓയിൽ തയ്യാറാക്കാവുന്നതാണ്. ശംഖുപുഷ്പം വെള്ളയും നീലയും വയലറ്റുമാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. ഇത് നമുക്ക് വർഷക്കാലത്ത് നന്നായി പുഷ്പിക്കുന്നതാണ്. ആ സമയത്ത് നമുക്കിത് ധാരാളം ഉണ്ടാവുമ്പോൾ അത് ഉണക്കി സൂക്ഷിച്ചു വയ്ക്കാം. ഉണക്കി നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതുകൊണ്ട് പൊടിച്ച് ടീ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. പച്ചപ്പൂ കൊണ്ട് നമുക്ക് ടീ ഉണ്ടാക്കി കുടിക്കാം. കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഈ ശംഖുപുഷ്പം. ബുദ്ധി വളർച്ചയ്ക്കും കുട്ടികൾക്ക് അസുഖങ്ങൾ വരാണ്ടിരിക്കാനൊക്കെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കൊടുത്താൽ ഔഷധമാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ പൂവ് ഔഷധമായി ഉപയോഗിക്കാം. ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കാം, അതുപോലെ ടീ ഉണ്ടാക്കി കുടിക്കാം. ശംഖുപുഷ്പം ഉപയോഗിച്ച് ഒരു ടീ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 5-6 പൂക്കളിട്ട് വെള്ളം മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഈ വെള്ളം ഒരു അരിപ്പയിലൂടെ അരിച്ച് ഗ്ലാസ്സിലൊഴിച്ച് അതിലേക്ക് നമുക്ക് നാരങ്ങാനീര് ഒഴിച്ച് പഞ്ചസാര ചേർത്തും കുടിക്കാം, അല്ലാതെയും കുടിക്കാം. ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ പഞ്ചസാര ഇല്ലാതെ ഉപയോഗിക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ പഞ്ചസാരയും നാരങ്ങയും ചേർത്ത് നന്നായി ഇളക്കി നല്ലൊരു ഡ്രിങ്കായി കുടിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് ബ്ലൂ ടീയുടെ ഡ്രിങ്ക്. ഈ ഡ്രിങ്ക് കുഞ്ഞുങ്ങൾക്ക് നന്നായി കുടിക്കാൻ ഭംഗിയുള്ളത് കാരണം എല്ലാ കുഞ്ഞുങ്ങളും പെട്ടെന്ന് കുടിക്കുകയും ചെയ്യും. ശംഖുപുഷ്പം ഉണക്കിയതാണ്, നിലത്ത് ഉണക്കിയ പൂക്കളാണിത്. ഇവ നമുക്ക് ധാരാളമുള്ളപ്പോൾ ഇതുപോലെ ശേഖരിച്ച് ഉണക്കിയെടുത്ത പൂക്കളാണിത്. ഈ ശംഖുപുഷ്പം പൊടിച്ച് നമുക്ക് ടീ ഉണ്ടാക്കി കുടിക്കാം. ഷുഗർ ഉള്ള ആളുകളാണെങ്കിൽ ഈ ശംഖുപുഷ്പം വെള്ളത്തിൽ ഇട്ട് തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം ആ വെള്ളം കുടിക്കുന്നത് നല്ലൊരു മരുന്നാണ്.